നമസ്കാരം. 10 വർഷം തികയാൻ പോവുകയാണ് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട്. 2 മന്ത്രിസഭകൾ തുടർച്ചയായി ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ കണ്ട് സിനിമയുടെ നിലനിൽപ്പിനായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും പൊളിച്ച ചിരിയോടെ അദ്ദേഹം കേട്ടിരുന്നതല്ലാതെ ഒരു പുല്ലും ചെയ്തില്ല 5 വർഷക്കാലം. സിനിമയിൽ നിന്ന് 1 രൂപ മുടക്കാതെ എത്ര കോടി കിട്ടുന്നു സർക്കാരിനില്ലേ. പക്ഷേ സിനിമാക്കാരൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിജീവി ചിരിയിരിച്ചു. അക്കാലത്ത് ഒരു KTDC ചെയർമാൻ ഉണ്ടായിരുന്നു. നമുക്ക് മലയാളിക്ക് നല്ല മറവിയുള്ളതുകൊണ്ട് ഓർക്കാൻ വഴിയില്ല. AK ആൻ്റണിയെ തെറി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹമായിരുന്നു അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് KTDCയുടെ ചെയർമാൻ. സിനിമാക്കാർക്ക് KTDCയുടെ ഒരു സ്ഥാപനവും KTDCയുടെ ഒരു സ്ഥലവും കാർഡും ഒന്നും ഷൂട്ട് ചെയ്യാൻ കൊടുക്കണ്ട എന്ന് ആ വിദ്വാൻ ഇണ്ടാസിറക്കി. അതുമാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാർക്ക് വി.എസ്. അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ നിന്ന് സാംസ്കാരിക വകുപ്പിൽ നിന്ന് കിട്ടിയ ഏക ഗുണം. ബോൾഗാട്ടി പാലസ് അടക്കം ഒരിടവും ഷൂട്ട് ചെയ്യാൻ കൊടുക്കണ്ട. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ വക പോലെ അദ്ദേഹം അങ്ങ് ഇണ്ടാസിറക്കി. ആരും എതിർത്തുമില്ല. പിണറായിയോടൊപ്പം ആദ്യ 5 വർഷക്കാലം AK ബാലനും 2ാം ടൈമിൽ സജി ചെറിയാനും സിനിമ മന്ത്രിയായെന്ന് ഞാൻ പറയണ്ടല്ലോ. നല്ല ചെറു സിനിമകൾക്ക് ഗുണം ചെയ്യുന്ന സബ്സിഡി എത്രയോ കാലമായി മുറവിളി കൂട്ടുകയാണ്. ഒരു 10 ലക്ഷം രൂപയാക്കി മാറ്റണം. കർണാടക അടക്കം എത്രയോ, ഒറീസ അടക്കം എത്രയോ സ്ഥലങ്ങളിൽ 10 ലക്ഷം രൂപ സബ്സിഡി ഉള്ളത് ഇവിടെയും ആക്കണം. അങ്ങനെ വന്നാൽ 50 ലക്ഷത്തിനും 1 കോടിക്കുമൊക്കെ സിനിമ എടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ലാഭിലെ പൈസയെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം കാണും. പക്ഷേ AK ബാലനോ സജി ചെറിയാനോ തോമസ് ഐസക്കിനെ പോലെ തന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ഇവരുടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമാക്കാർക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു എയർപോർട്ട് വേണമെന്ന് പറഞ്ഞാൽ പിന്നെന്ത്, സജി ചെറിയാൻ പ്രത്യേകിച്ച് പിന്നെന്ത്, ചിത്രാഞ്ജലിയിൽ സിനിമാക്കാർക്ക് മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ വന്നിറങ്ങാൻ ഒരു എയർപോർട്ട്, അത് ഞാൻ റെഡി. ഒരു ചുക്ക് സംഭവിക്കില്ല, എല്ലാം റെഡി 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 എന്ന് പറയും. 1 രൂപ മുടക്കാതെ എത്രയോ കോടി രൂപ ദിവസവും 33 പൈസ വന്ന് വീഴയില്ലേ. ഒരു ടിക്കറ്റിൽ 1 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്താൽ 33 പൈസ എന്ന് പറയുമ്പോൾ 100 രൂപയുടെ ഒരു ടിക്കറ്റ്. ഇപ്പം 100 കുറഞ്ഞൊന്നും ടിക്കറ്റില്ലല്ലോ. 33 രൂപ ഒരു ജോലിയും ചെയ്യാതെ നോട്ടക്കൂലി വാങ്ങിക്കുന്നവരാണ് സർക്കാർ. പക്ഷേ ഒരു ചുക്കും ചെയ്തില്ല. പകരം സിനിമ കോൺക്ലേവ്, ഹേമ കമ്മിറ്റി, ഇൻറ്റേർണൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ചില നടപ്പിലാക്കാൻ കഴിയാത്ത കുറേ പുകമറകളുണ്ടാക്കി കോടികൾ പൊടിച്ചു കളഞ്ഞു. കോൺക്ലേവിനൊക്കെ എത്ര രൂപയാണ് മുടക്കിയത്? ഹേമ കമ്മിറ്റിക്ക് തന്നെ 1,81,00,000 രൂപ എന്തോ ചിലവാക്കിയില്ലേ. എന്തെങ്കിലും അതിൽ ഗുണമുണ്ടായെന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ സ്ത്രീകൾക്ക് സംവിധാനം ചെയ്യാൻ 1.5 കോടി, സ്ത്രീകൾക്ക് സംവിധാനം ചെയ്യാൻ 1.5 കോടി. KSFDCയുടെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന വേന്ദ്രമാരി തന്നെ മക്കളെ പേര് വെച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് സാങ്ഷൻ ആയോ എന്ന് എനിക്കറിയില്ല. സാങ്ഷൻ ആക്കരുത് എന്ന് അതിലൊരു കമ്മിറ്റി അംഗം വഴി ഷാജിയൻ കരുണിനെ അറിയിച്ചു. അദ്ദേഹം അതിലെന്തോ കർശനമായ നിർദ്ദേശം എടുത്തു എന്ന് തോന്നും. കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് പാസ്സാക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് സിനിമ എടുക്കാൻ നമുക്ക് 1.5 കോടി വെച്ച് കൊടുക്കാം. SC/ST സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് 1.5 കോടി വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റി ഇരിക്കുന്ന വിദ്വാന്മാർ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് മക്കളെ പേര് കൊടുത്തു. സാങ്ഷനാവുന്ന ഘട്ടം എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞത്. അത് ഞാൻ തടയിട്ടു. പിന്നെ അത് സാങ്ഷൻ പിന്നെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര കോടി കളഞ്ഞു എന്നാലും ചോദിക്കുക. സജി ചെറിയ ആലോചിക്കുന്നത് ഈ പഴയ നായർ തറവാടുകളിലെ കാരണവന്മാർ 10 സെൻറ്റ് വിറ്റ് പുട്ടടിക്കുന്നത് പോലെ ഇങ്ങനെ കുറേ പൈസ തിയേറ്ററിൽ നിന്ന് വരുന്നുണ്ട്. ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കിടക്കുകയില്ലേ. ഇങ്ങനെയൊക്കെയുള്ള സിനിമ എടുത്ത് കയ്യടി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്തെങ്കിലും ഒരനക്കം ഈ കൊടുത്ത, എനിക്ക് തോന്നുന്നു ഒരു 10-15 കോടി രൂപ ചിലവാക്കിയെന്ന് തോന്നുന്നു ഇതുവരെ. എന്നിട്ട് അഭിമാനത്തോടെ പറയും ഞങ്ങൾ സ്ത്രീ പക്ഷക്കാരാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ച് വാരിക്കോരി കൊടുത്തു. പിന്നെ തലയിൽ കന്നഡ വെച്ച ഒരു സംഘടന ഉണ്ടല്ലോ ഇവിടെ, കുറേ പെണ്ണുപിള്ളമാർ, അവർ പറഞ്ഞ് ഇൻറ്റേർണൽ കമ്മിറ്റി. എന്ത് ഇൻറ്റേർണൽ കമ്മിറ്റി? ഏതോ 2-3 സെറ്റിൽ വെച്ചു. ഇപ്പോൾ ഏത് ഇൻറ്റേർണൽ കമ്മിറ്റി? ഒരു കമ്മിറ്റിയും ഒരിടത്തും ഇല്ല. ഇങ്ങനെയുള്ള തരികിട പരിപാടികളും നടപ്പിലാക്കും. മുഖ്യൻ്റെ വാചകടി ഈ പറയുന്ന സജി ചെറിയാനൊക്കെ പിന്തുണയോ.
കാരണം അങ്ങനെ എണീക്കുന്നതും ഉറങ്ങുന്നതും പെണ്ണുങ്ങൾക്ക് വേണ്ടി പൊട്ടക്ഷ കൊടുത്തത്. ആ കണ്ടില്ലേ മെനങ്ങാന്ന് ഒരു ബസ്സിലൊരു ചെറുപ്പക്കാരൻ അടിക്കത്തുടിക്ക് ചത്തുപോയത്, ആത്മഹത്യ ചെയ്തു. ഒരു കൂതറ പെണ്ണ് എന്താ പറയുക റീലെടുത്തതെന്ന്. അവളെ റീലെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ പറഞ്ഞാൽ ഇനിയിപ്പോൾ മുഖ്യം പിടിച്ച് നമ്മളകത്തിട്ടുള്ളത്. കെട്ടുതാലിയും കയറിക്കടവും നഷ്ടപ്പെടുന്ന സിനിമാക്കാർക്ക് ഒരു ചുക്കും ഈ സർക്കാർ 10 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല, ഒരു ചുക്കും ചെയ്തിട്ടില്ല. എൻ്റെ പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 10 വർഷക്കാലം കൊണ്ട് ഇവിടെ ഒരു ഫെസ്റ്റിവൽ എന്തോ ഇതുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഫെസ്റ്റിവൽ ബിൽഡിങ്ങാണ് എന്താ അതിന് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. ഒരു കല്ലിടാനുള്ള ഉമ്മൻചാണ്ടി ചെയ്ത പോലെയെങ്കിലും ഒരു കല്ലെങ്കിലും എടുത്തിട്ടുള്ളതായിരുന്നു. 10 വർഷം കൊണ്ട് പറയണം. പിന്നെ ഞങ്ങൾ ഫെസ്റ്റിവൽ ഇത് കൊണ്ടുവരാൻ പോകണം, ഓഫീസ് കൊണ്ടുവരാൻ പോകണം. കനകക്കുന്നിൻ്റെ താഴെ സ്ഥലം നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ 10 തിയേറ്റർ, പിന്നെ ചലച്ചിത്ര അക്കാദമി ആഫീസ്, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടും. അയ്യോ ഇതൊക്കെ വരാൻ പോകണമെന്ന്. 10 വർഷം കൊണ്ട് പിണറായിയും AK ബാലനും സജി ചെറിയാനും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചുക്ക് നടക്കില്ല. അതിൻ്റെക്ക് പറയും ഞങ്ങൾ കഴക്കൂട്ടത്ത് തുടങ്ങാൻ പോകണം. അപ്പോൾ അടൂർ പറയും കഴക്കൂട്ടം ശരിയല്ല. തിരുവല്ലത്ത് തുടങ്ങാൻ പോകണം. തിരുവല്ലം ചിത്രാഞ്ജലിയിൽ നിന്ന് സ്ഥലം വിട്ടു തരില്ല. ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി വേറെ ആരെങ്കിലും വരണം എന്നാലേ നടക്കുകയുള്ളൂ. ദോഷം പറയരുത്. ചിത്രാഞ്ജലിയെ ആകപ്പാടെ ചെയ്തത് ഷാജിൻ കരുൺ ഇരുന്നപ്പോൾ കിഫ്ബിയിൽ നിന്ന് 100-180 കോടി രൂപ കൊടുത്തപ്പോൾ ആ നല്ല രസമായ കാടൊക്കെ ചിത്രീകരിക്കാവുന്ന നല്ല രസമായ മരങ്ങളെ മുഴുവൻ വെട്ടി വെളുപ്പിച്ചു. എന്നിട്ട് എയർപോർട്ടിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. എയർപോർട്ടുകാർ കണ്ണുരുട്ടിയാൽ നമുക്ക് മരം വെട്ടാതിരിക്കാൻ പറ്റുമോ? ക്രോപ്പ് ചെയ്തൂടെ മരത്തിനെ JCB വെച്ച് വേരോടെ ഇളക്കി കളയണ്ടല്ലോ. ഇപ്പോൾ അതാ സഹാറ മരുഭൂമി കിടക്കും പോലെ കിടക്കുന്നത്. ചിത്രാഞ്ജലിയുടെ മനോഹരമായ കുറച്ച് സ്ഥലമുണ്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഇടിച്ച് നിരത്തി കോൺക്രീറ്റ് വനമാക്കി. എങ്ങനെ ഈ ഷാജിൻ കരുണിനൊക്കെ ഇങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് അത് പോക്ക്. പിന്നെ JC ഡാനിയലിൻ്റെ പ്രതിമ 50 ലക്ഷം രൂപ മുടക്കിയാണ് KSFDC വയ്ക്കാൻ പോണത്. JC ഡാനിയലിന് ഇവിടെ എന്തെല്ലാം അംഗീകാരങ്ങൾ കൊടുത്തു. ജീവിച്ചിരുന്നപ്പം 2 പറ്റ് കഴിച്ച് അല്ലെങ്കിൽ 2 കഞ്ഞിവെള്ളം കുടിക്കാനുള്ള വക കൊടുക്കാത്ത മലയാളി. JCയുടെ ഏറ്റവും മികച്ച എന്താ പറയുക സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് JC ഡാനിയലിൻ്റെ പേരിലാണ്. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി JC ഡാനിയലിൻ്റെ പ്രതിമ വെച്ചു. എന്തൊക്കെയോ നടന്നു. പിന്നെ ഇവിടെ പോണ വായി നോക്കുകളെല്ലാം കടലാ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് നാടാർ കമ്മ്യൂണിറ്റിയിലെ JC ഡാനിയൽ സംഘടന, നാടാർ കമ്മ്യൂണിറ്റി ഇല്ലാത്തവരുടെ സംഘടന, ഇങ്ങനെ ഇഷ്ടംപോലെ സംഘടനകളുണ്ടാക്കി അവാർഡ് കൊടുക്കും. വഴിയെ പോണവരെയൊക്കെ വിളിക്കും, വാ 5000 കൊണ്ടുവാ നിനക്ക് അവാർഡ്, 10000 എന്താ നീയാണ് സമഗ്ര സംഭാവന എന്ന് പറഞ്ഞ് വർഷം തോറും നടത്തുന്നു. അവർ തമ്മിൽ അടിക്കുന്നു. ഇങ്ങനെ JC ഡാനിയലിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാതിരിക്കാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ അതിനപ്പുറം ചെയ്യും എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ മുടക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ കാട്ടിനകത്ത്, അല്ല ജനം കാണാനല്ല, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ കാട്ടിനകത്ത് സിനിമ എടുക്കാൻ വേണ്ടി ചിത്രാഞ്ജലി വരുന്നവർ അറിയാനായിരിക്കും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മരിച്ച ഒരു മനുഷ്യനിവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാനാണെങ്കിൽ ഓക്കെ. പക്ഷേ 50 ലക്ഷം രൂപയ്ക്കാണ് ഒരു വിഗ്രഹം വയ്ക്കാൻ പോണത്. അത് തന്നെ രസം. ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞതാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിക്കാനോ മരുന്ന് വാങ്ങാനോ നിവൃത്തിയില്ലാതെ ഒരു കൂട്ടുകാരൻ്റെ ഔദാര്യത്തിൽ ഒരു മുറിയിൽ കിടന്ന് ചക്രശ്വാസം വലിച്ചാണല്ലോ ആ മനുഷ്യൻ മരിച്ചത്. ആ മനുഷ്യൻ മരിച്ചപ്പോൾ വന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചപ്പോൾ പോലും അച്ഛാ അപ്പാ ഡാഡി ഞാൻ ഒരു പെൺകുട്ടിയെ കോയമ്പത്തൂർ കല്യാണം കഴിച്ച് അവിടെ തന്നെ സർക്കാർ പണി അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജീവിക്കാൻ പോകണമെന്നൊരു വാക്ക് വിളിച്ച് അച്ഛനോട് പറയാത്തവനെ വിളിച്ചോണ്ട് വന്ന് സജി ചെറിയാൻ എപ്പടി ഇരിക്കുക അക്ക അല്ല അപ്പ ഇവിടെ മറ്റേ മോയ് അത് കല്യാണം എൻ്റെ കല്യാണം പോലും അച്ഛനെ അറിയിക്കാത്ത, അച്ഛൻ മരിച്ചിട്ട് പോലും അവസാനമായി കാണാൻ വരാത്തവൻ நல்லா இருக்குது. அப்பா மாதிரி தான் இருக்குது. அந்த கண்ணு, அந்த பெல்ட்டு, அந்த உடுப்பு எல்லாம் அப்பா மாதிரி இருக்குது. 50 ലക്ഷം രൂപ ചിത്രാഞ്ജലിയിൽ പ്രതിമ വയ്ക്കുക. ഇപ്പോൾ സഹികെട്ട സിനിമാക്കാർ ജനുവരി 23-ാം തീയതി സൂചന പണിമുടക്കും, പിന്നെ ഏതോ നൂറ്റാണ്ടിൽ അനിശ്ചിതകാല പണിമുടക്കുമൊക്കെ തീരുമാനിക്കുന്നു. അറിഞ്ഞിട തന്നെ സജി ചെറിയാൻ വിളിക്കുന്നു. 20-ാം തീയതി 21-ാം തീയതിയാണ് സമരം, 20-ാം തീയതി ചർച്ച വയ്ക്കുന്നു. സജി ചെറിയാൻ സമയമില്ലെന്ന്, കാരണം എന്തൊക്കെയോ ഇപ്പോൾ തന്നെ എന്തോ തെറിയൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞേക്കണം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ. അദ്ദേഹം ചർച്ച വയ്ക്കുന്നു, അണ്ടിപ്പരിപ്പും ബദാമും ചായയും കൊടുക്കുന്നു, അല്ലെങ്കിൽ ജ്യൂസും കൊടുക്കുന്നു. സിനിമാക്കാർ സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നു. ഓക്കെ, മന്ത്രിയല്ല ഏറ്റം, ഒരു പുല്ലും നടക്കില്ല എന്ന് ഞാനതാ ഇപ്പോൾ പറയുന്നു. ഇനി ആകെപ്പാടെ എത്ര മാസമുണ്ട്? 3 മാസമായിട്ടുണ്ട്. ഈ 3 മാസത്തിനിടെ ഇങ്ങനെ എന്തോ മലമറിക്കാൻ ഈ സിനിമാക്കാർ ഇങ്ങനെ ആയിപ്പോണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മന്ത്രി വിളിച്ചിരുത്തി 4 ഫോട്ടോയും എടുത്ത് 5-6 തമാശയും പറഞ്ഞ് അണ്ടിപ്പരിപ്പും ബദാമും ഒരു ജ്യൂസും കൊടുത്താൽ മതി, സമരം പിൻവലിക്കും. എന്തെല്ലാം കണ്ടാൽ ഒരു ജീവിതം അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഇപ്പോൾ പറയുന്നു.